ഇതുകൊണ്ട് എതിരെ ഒരു വലിയ ബസ് വരുവാണ്. ഞാനിത് തേർഡിലേക്ക് ഇടുന്നു. ആ ബസ് വന്ന സമയത്ത് ഇതുണ്ടോ, ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗിൽ തുടക്കക്കാർക്ക് എതിരെ ഒരു വാഹനം വരുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ഡ്രൈവിംഗിൽ ഒരു വെപ്രാളം വരും. ഈ വെപ്രാളം വരുമ്പോൾ പലരും ചെയ്യുന്നതാണ്, പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് ചില ആൾക്കാർ ആക്സിലറേഷൻ കൊടുക്കാറുണ്ട്, ചില ആൾക്കാർ പെട്ടെന്നെടുത്ത് ബ്രേക്കിലേക്കൊക്കെ കാലെടുത്ത് വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ അപകടമുണ്ടാകും. അപ്പോൾ എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് എതിരെ വരുന്ന വണ്ടിയെ തട്ടാതെ ഓടിക്കാനായിട്ട് ഒരു ഡ്രൈവിംഗ് ട്രിക്കുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വില്ലേജ് റോഡുകളിലൂടെ വണ്ടി ഓടിക്കണം. കാരണം ഇടുങ്ങിയ റോഡാണ്, ചിലപ്പോൾ സൈഡിൽ ചെറിയ കുഴികൾ ഉണ്ടാകും. അപ്പം നമ്മൾ വണ്ടി വെളിയിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ആ കുഴിയിൽ പോയി വാഹനം വീഴാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആ കുഴിയിലേക്ക് വണ്ടിയുടെ ടയർ ഇറങ്ങാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ട ചില മെത്തേഡുകളുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേഷൻ യൂസ് ചെയ്യേണ്ട ചില മെത്തേഡുകളുണ്ട്. ഇപ്പം തന്നെ എതിരെ ഒരു വാഹനം വരുന്നുണ്ട്. എതിരെ ഒരു വണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ നോക്കുക, ഞാൻ ഓൾറെഡി ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് എതിരെ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്നും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എതിരെ വരുന്ന വാഹനം സിമ്പിളായിട്ട് അവർ കയറിപ്പോക്കോളും. നിങ്ങളിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന പല ആൾക്കാരുടെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്, വാഹനം ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങളുടെ വണ്ടി റോഡിൻ്റെ നടുക്കൂടെ ആയിരിക്കും ഡ്രൈവ് ആയി പോകുന്നത്. അപ്പം നടുക്കൂടെ വണ്ടി പോകുന്ന സാഹചര്യങ്ങളിലുള്ള ഒരു പ്രശ്നം, എതിരെ ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ വെട്ടിക്കുമ്പോൾ നമ്മൾ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇങ്ങനെ നടുക്ക് പോവാണ്. അപ്പം നമ്മൾ ചെറുതായിട്ട് തിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ചെറിയൊരു രീതിയിലായിരിക്കും വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുങ്ങുന്നത്. ആ സാഹചര്യത്തിൽ ഒരു വില്ലേജ് റോഡാണെങ്കിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എതിരെ വരുന്ന വണ്ടിക്കാരന് ഒതുങ്ങാനായിട്ടുള്ള സ്പേസ് ഇല്ലെങ്കിൽ വണ്ടി ഇടിക്കാനോ അല്ലെങ്കിൽ എതിരെ വരുന്ന വണ്ടിക്കാരൻ നിർത്താനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ വണ്ടി ഓടിക്കുക. അതായത് നമ്മൾ എതിരെ ഒരു വാഹനം കാണുന്ന സമയത്ത് എപ്പോഴും നമ്മളുടെ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഏരിയ നോക്കുക, ഈ ഒരു ഏരിയ ഇതിന് പുറത്തായിരിക്കണം നമ്മൾ എതിരെ വരുന്ന വാഹനം കാണേണ്ടത്. ഇതിൻ്റെ ഉള്ളിലാണ് കാണുന്നതെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ വാഹനത്തിൻ്റെ അടുത്തേക്കാണ് വണ്ടി വരുന്നത്. ഇപ്പം എതിരെ ഒരു വരുന്ന വണ്ടി കണ്ടോ, ദൂരമേ കാണുന്നത് ഈ ഏരിയയ്ക്ക് പുറത്താണ്. അങ്ങനെ മാത്രമേ നിങ്ങൾ എതിരെ വരുന്ന ഒരു വാഹനം ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാവുള്ളൂ. അതായത് ഇതിന് പുറത്തായിരിക്കണം. ഇതിന് ഉള്ളിലേക്കാണ് വരുന്നതെങ്കിൽ നേരെ വണ്ടി ഇങ്ങോട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇവിടെ തിരക്കില്ലാത്തൊരു ഏരിയ ഉണ്ട്, ഞാനിതുകൊണ്ട് എൻ്റെ വണ്ടി ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ഞാനൊന്ന് ചേർത്ത് നിർത്തുകയാണ്. നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടാനാണ്. ഇപ്പം നിങ്ങൾ നോക്കി, ഇവിടെ എതിരെ കിടക്കുന്ന വാഹനം കണ്ടോ, ഇതിന് പുറത്തായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒരു കാരണവശാൽ ഈ വാഹനത്തെ, മുന്നിൽ കിടക്കുന്ന ഈ വണ്ടിയെ എൻ്റെ വാഹനം ഇടിക്കത്തില്ല. ഇത് തിരക്കില്ലാത്ത ഒരു ഏരിയ ആണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരുന്നത്. കണ്ടോ, ഇതിന് പുറത്താണെങ്കിലും ഉണ്ടോ എൻ്റെ വാഹനത്തെ ഇടിക്കത്തില്ല. അപ്പോൾ എതിരെ ഒരു വാഹനം വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇത് പ്രോപ്പറായിട്ട് ഡ്രൈവിങ്ങിൽ ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ നിങ്ങൾ എതിരെ വണ്ടി വരുമ്പോൾ പ്രധാനമായിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതുകൊണ്ട് ഇപ്പോൾ എതിരെ ഈ വണ്ടി വരുന്നത് ഇതിന് പുറത്താണ്. സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ബ്രേക്കിലേക്ക് വരണം, അതുപോലെ തന്നെ നമ്മൾ ക്ലച്ചിലേക്ക് വരണം. ചിലർ ചെയ്യുന്നതാണ്, എതിരെ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരു പേടിയാണ്. പ്രത്യേകിച്ച് വലിയ ബസ്സോ ലോറിയോ ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു പേടിയാണ്. എതിരെ ഒരു വണ്ടിയുണ്ട്, ഈ സൈഡിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, എന്ത് ചെയ്യും, ആക്സിലറേഷൻ ചവിട്ടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ആ വാഹനത്തെ ഓവർകം ചെയ്യും. പക്ഷേങ്കിൽ ഈ സൈഡിലുള്ള മറ്റ് ഒബ്ജക്റ്റുകളിലേക്ക് നമ്മുടെ വണ്ടി വന്ന് ഇടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ അവിടെയെല്ലാം എന്ത് ചെയ്യണം, വാഹനം ഒരു കാരണവശാൽ എതിരെ ഒരു വണ്ടി കണ്ടെന്ന് കരുതി വേഗത കൂട്ടാനായിട്ട് പാടില്ല. എതിരെ ഒരു വാഹനം വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പം എതിരെ ഒരു വണ്ടി വരുന്ന സമയത്ത് ഇതുണ്ടോ, ഞാനൊന്ന് ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് സ്ലോ ചെയ്ത് ആ വണ്ടി കടന്നു പോയതിന് ശേഷം വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വില്ലേജ് റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എതിരെ വണ്ടി വരുന്നു എന്ന് കരുതി രക്ഷപ്പെട്ടു പോകാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടി സ്ലോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കുറച്ചും കൂടെ സ്റ്റഡി ആകും. കാരണം ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് സ്പീഡ് കൂടുമ്പോഴാണ് ഡ്രൈവിംഗിൽ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ പരമാവധി എതിരെ വാഹനങ്ങൾ കാണുന്ന സാഹചര്യങ്ങളിൽ പതുക്കെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യുക. ഇപ്പോൾ ഇതുകൊണ്ട് എതിരെ ഒരു വലിയ
ബസ് വരുവാണ്, ഞാനിത് തേർഡിലേക്ക് ഇടുന്നു. ആ ബസ് വന്ന സമയത്ത് ഇതുണ്ടോ, ഞാനൊന്ന് സ്ലോ ചെയ്തു, ബ്രേക്ക് സ്ലോ ചെയ്തു, ഇതിന് പുറത്താണ് വണ്ടി പോകുന്നത്, എൻ്റെ വണ്ടി ഇതുകൊണ്ട് പുറത്തേക്ക് ഇറക്കി. ഇപ്പോൾ എതിരെ ഒരു വാഹനം വരുവാണ്, ഞാൻ സ്ലോ ചെയ്തുകൊണ്ടോ അത് പോയി, ആ വാഹനം കടന്നുപോയി. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ പരമാവധി ലെഫ്റ്റ് ഒതുങ്ങിയാണ് വരുന്നത്, അതായത് ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ഏരിയ വെച്ച്, അതായത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഏരിയ വെച്ച് നിങ്ങൾ നോക്കുകയും ഇതിന് പുറത്താണ്, അതായത് ഇത്രയും ലെവൽ ചേർന്നാണ് വരുന്നത്. അപ്പോൾ എതിരെ ഒരു വാഹനം വരുമ്പോൾ കണ്ടോ, ഇത്തരത്തിലുള്ള വില്ലേജ് റോഡുകളിൽ നമുക്ക് ഈസി ആയിട്ട് പേടിക്കാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഡ്രൈവിങ്ങിൽ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത് പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി പ്രാക്ടീസ് എടുക്കുക. എതിരെ വരുന്ന വണ്ടിയെ പേടിക്കേണ്ട ആവശ്യമില്ല. നടുക്ക് ഓടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ ഡ്രൈവ് ചെയ്യുക. എതിരെ വണ്ടി വരുമ്പോൾ സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്